ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ നമ്മുടെ ലോ എൻഡ് ഡിവൈസസിന് വേണ്ടി ഒരു ബെസ്റ്റ് ഷെയ്ഡറാണ് കണ്ടുപിടിക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി പേര് മൈൻക്രാഫ്റ്റ് കളിക്കും, പക്ഷെ അവർക്കൊന്നും എന്ന് വെച്ചാൽ മാക്സിമം ഒത്തിരി പേർക്ക് നല്ല ഫോൺ ആയിരിക്കത്തില്ല. ആ കാരണത്താൽ നമ്മുടെ മാക്സിമം ഗെയിം പ്ലേ ഒക്കെ അഴുക്കാവും. പിന്നെ നമ്മൾ ലോ ഗ്രാഫിക്സിലൊക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ അത് കാണാൻ രസമില്ല. പക്ഷെ ഞാൻ ഇന്ന് 4 GB റാം യൂസേഴ്സ് അല്ലെങ്കിൽ ലോ എൻഡ് ഡിവൈസ് ഇതിൽ 2 GB റാമിലും വർക്കാവുമായിരിക്കും അങ്ങനെ ഉള്ള യൂസേഴ്സിന് വേണ്ടി ഒരു ബെസ്റ്റ് ഷെയ്ഡർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം കാണിക്കാം. ആദ്യം നമുക്ക് നമ്മുടെ നോർമൽ മൈൻക്രാഫ്റ്റ് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ എൻ്റേത് ഒരു 4 GB റാം ഡിവൈസ് ആയതുകൊണ്ട് ഞാനും സിമ്പിളിലാണ് വെച്ച് കളിക്കുന്നത്. പക്ഷേ ഇതിനെ നമുക്ക് സുന്ദരനാക്കാൻ പറ്റും. അപ്പം ഗൈസ്, നമുക്ക് ആ ഷെയ്ഡർ ഇടാം. അപ്പം കാണിക്കട്ടെ. 3, 2, 1. എങ്ങനെയുണ്ട് ഗൈസ്? ഇത് സണ്ണെ കണ്ടോ? സൂപ്പർ സൺ. ഓക്കെ, നിങ്ങൾക്ക് സ്കൈ ഒക്കെ കാണാം, റിയൽ ക്ലൗഡ്സ് പോലുണ്ട്. ഇത്രയും മനോഹരമായിട്ട് എൻ്റെ റിയൽ ലൈഫിലും പോലും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും മനോഹരം. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഗ്രാസൊക്കെ കാണിച്ചു തരാം. ഗ്രാസൊക്കെ കണ്ട് മൂവിങ് ചെയ്യുന്നുണ്ട്, ഗ്രാസൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഇനി ഞാൻ വേറെ കാര്യങ്ങളും കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഒത്തിരി സാപ്ലിങ്സ് ഒക്കെ എടുത്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ എടുക്കാം. ആക്ച്വലി ഫ്ലവേഴ്സ് കുറച്ച് എണ്ണയേ ഉള്ളൂ അനങ്ങുന്നത്. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കാണിക്കാം. വേറെ ആക്ച്വലി പ്രത്യേകിച്ചൊന്നുമില്ല. വാട്ടർ ബക്കറ്റ് വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ എൻ്റെ ഇൻവെൻ്ററിയിൽ എല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം അവിടെ ഇൻവെൻ്ററി അല്ല, എൻ്റെ ഹോട്ട് ബാറിൽ നിങ്ങൾക്ക് കാണാം എല്ലാ സാധനങ്ങളും മൂവ് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. പക്ഷെ ഞാൻ ഹാൻഡിൽ പിടിക്കുമ്പോൾ അത് മൂവ് ആകത്തില്ല. ഞാൻ ഇവിടെ പ്ലേസ് ചെയ്ത് വേണമെങ്കിൽ കാണിക്കാം. കാണാൻ ഇത് നന്നായിട്ട് പോകുന്നുണ്ട്. സി, ഇനി ഞാൻ ചെറിയ സാപ്ലിങ് വെച്ച് കാണിക്കാം. ഇതും നന്നായിട്ട് അനങ്ങുന്നുണ്ട്. ഇനി ഞാൻ പേലോക്ക്, ഇതെല്ലാം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആവശ്യമില്ല, ഇറങ്ങിപ്പിക്കൂ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വേറെ കാര്യങ്ങളും കാണാം. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാം, ബ്രിഡ്ജ് ഓഗ് ഇച്ചിരി മാറിയിട്ടുണ്ട്. ഇതാണെങ്കിൽ ഇപ്പോൾ ഈ കളറിലോട്ടാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് ഫുള്ളി ഈ കളർ മാത്രമല്ല, ഇത് ഇച്ചിരി അഴുക്കാന്ന് നമുക്ക് തോന്നും, പക്ഷെ ശരിക്കും ഇത് ഈ കളറല്ല. ഇവിടെ നിങ്ങളിപ്പോൾ സ്വാം ഭയം അങ്ങനെ ഓരോരോ ഭയങ്കി ഇതിന് ഓരോരോ കളറാണ്. ഇപ്പം ഇതിന് ഡാർക്ക് എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഓൾഡാണ്. ഇതിന് വേറെയും കളറുകളുണ്ട്. ദാറ്റ് കളറുകൾ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇതിന് വേറെ കുറച്ച് കളറുകളും ഉണ്ട്. വേറെ കളർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇതെല്ലാം കളർ. ഓക്കെ, വേറെ കളർ എന്ന് പറഞ്ഞാൽ ഇത് ചിലടത്ത് കറക്റ്റ് നല്ല കട്ടപ്പച്ചയായിരിക്കും, ചിലടത്ത് കുറച്ച് ലൈറ്റ് പച്ചയായിരിക്കും, ചിലത്ത് നമ്മുടെ ഈ കളറായിരിക്കും. നമുക്ക് ഈ കളർ കാണാമല്ലോ. ഇതിൻ്റെ ബ്രിഡ്ജിൻ്റെ നിങ്ങൾക്ക് കാണാം വുഡിൽ നല്ലതായിട്ട് ടെക്സ്ചർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. റിയലിസ്റ്റിക് കണ്ടോ? നല്ല റിയലിസ്റ്റിക് പോലെ ഉണ്ടല്ലേ, റൈറ്റ്? വേറെ എത്രയും ട്രീസിൽ ഇവർ ഫോക്കസ് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കാണാം വാട്ടർ, വൺ ഓഫ് ദി മെയിൻ തിങ്, ഫുൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. സോറി ഗൈസ്, ക്രിസ്റ്റൽ ക്ലിയർ, വളരെ സ്മൂത്താണ്. കണ്ട തോന്നുമ്പോഴല്ലേ ഇവിടെ വാട്ടർ ഉണ്ടെന്ന്. പക്ഷേ ഇതിൻ്റെ ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിത് ഈ ഷെയ്ഡർ വെച്ച് കളിച്ചിട്ടുമുണ്ട്, പക്ഷെ സ്വാം ഭയം എത്തുമ്പോൾ എന്തുവാണെന്നറിയില്ല, വെള്ളം വളരെ അങ്ങ് ക്ലിയറാണ്. വെള്ളം ഉണ്ടെന്ന് നമുക്കിങ്ങനെ തോന്നും പോലുമില്ല. അപ്പം അത് ഇച്ചിരി അനോയിങ് ആണ്. കാരണം ഞാൻ കേവിലോട്ട് പോകുമ്പോൾ വെള്ളം ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പം ഞാനിവിടെ വെള്ളത്തിലോട്ട് വീഴുമ്പോൾ കാണാം നിങ്ങൾക്ക്. സി, ഇവിടെ കണ്ടോ ചെറിയ ഫ്ലോ ഉണ്ടാകുന്നത് കാണാം. സി, അത് വളരെ കൂളായിട്ട് എനിക്ക് തോന്നി. ഹലോ ഷീപ്പ്. പിന്നെ ഇതിൻ്റെ അകത്ത് അടിക്കുമ്പോൾ ക്രിട്ടിക്കൽ ഹിറ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു റെഡ് പാർട്ടിക്കിൾസ് ആണ് വരുന്നത്. സാധാരണ മറ്റേ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ല, റെഡ് പാർട്ടിക്കിൾസ് ആണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് കുറച്ച് പോവാം. നമുക്ക് വില്ലേജൊക്കെ കാണാം. പിന്നെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും മുമ്പേ കാണിച്ച വേൾഡ് പോലല്ലേ ഇത്.
കാരണം ഞാൻ സീഡ് മാറ്റി. കാരണം നമ്മുടെ പോക്കറ്റ് എഡിഷൻ നമുക്ക് ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഷെയർ പാക്ക് വെക്കാൻ പറ്റില്ല, അതുകൊണ്ട്. അപ്പോൾ ഇതാണ് വില്ലേജ്. നമുക്ക് കാണാൻ സ്കൈ ഒക്കെ വളരെ സൂപ്പറാണ്. പിന്നെ രാത്രി ആകുമ്പോഴും ഇവിടെ ഭയങ്കര രസങ്ങളാണ്. അതൊക്കെ നമ്മൾ കാണിക്കാം. ആദ്യം വില്ലേജറിനെ കാണിക്കാം. വില്ലേജറിന് മാറ്റമൊന്നുമില്ല, പക്ഷെ അവരുടെ ആനിമേഷൻ കണ്ടോ, ദേഷ്യം വരുമ്പോൾ. അല്ലെങ്കിൽ ആ ആനിമേഷൻ ഇച്ചിരി കൂടെ 3D പോലെ ആക്കി. ലെറ്റ്സ് ഗോ. ഹലോ. പിന്നെ നിങ്ങൾക്ക് ക്രോപ്സ് ഇതിൻ്റെ അകത്ത് അനങ്ങൻ ശ്രദ്ധിച്ച് നോക്കുവാന്ന് നിങ്ങൾക്ക് കാണാം. ക്രോപ്സ് ഇവിടെ അനങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. അതും വളരെ രസം ഉള്ളൊരു കാര്യമാണ് ഈ ഷേഡർ പാക്കിൻ്റെ. അപ്പം ഇനി വേറെ കാര്യങ്ങൾ കാണിക്കാം. ലെറ്റ്സ് ഗോ ടു ഐസ് ബയം. അപ്പോൾ ഐസ് ബയം ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ഇച്ചിരിയോടെ അങ്ങോട്ട് പോവാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ ഇച്ചിരി മഞ്ഞ് പോലെയൊക്കെ ഉണ്ട്. അത് വളരെ സൂപ്പറാണ്. സൂര്യനും കറക്റ്റ് സ്ഥലത്ത് നിൽപ്പുണ്ട്. അപ്പം ഇനി നമുക്ക് രാത്രിയാക്കിയിട്ട് നോക്കാം. ഓക്കെ, സോ ഐ തിങ്ക് ചീറ്റ്സ് ഞാൻ ഓഫാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് രാത്രിയാക്കാം. സുബ് 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 സുബ്. ഇനി നമ്മൾ മേപ്പോട്ട് നോക്കുമ്പോൾ രാത്രിയാവട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ രാത്രി ആയിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ എന്ത് സുന്ദരമാണ്. ചെറുതായിട്ടുള്ള ഞാനിവിടെ കുഴിക്കത്തു. ഓക്കെ, ചെറുതായിട്ടുള്ള മേഘങ്ങൾ, വലിയ മേഘങ്ങൾ, സ്റ്റാർസ്, മുണ്ണക്കണമ്പിന് ഒന്നും പറയണ്ട, വളരെ രസമുണ്ട്. മോബ്സിനൊന്നും മാറ്റമൊന്നുമില്ല, ഒൺലി സറൗണ്ടിങ്സ്. പിന്നെ രാത്രി ആകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ്. ബിക്കോസ് കൂടുതലും പ്ലെയേഴ്സിൻ്റെ രാത്രി ഇനി നമുക്ക് നൈറ്റ് വിഷൻ പോർഷൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ, അത് കൊള്ളായിരുന്നു. ഓക്കെ, അപ്പം നമുക്കിനി സൺസെറ്റ്, സൺറൈസ് എല്ലാം കാണാം. അപ്പം നമുക്കിനി പെട്ടെന്ന് സൺറൈസ് ആവട്ടെ. ഈ മാജിക്ക് നടക്കാൻ ഇച്ചിരി സമയം എടുക്കും. ഓക്കെ ഗായ്സ്, അങ്ങനെ സൺറൈസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വളരെ സ്മൂത്തായിട്ട് കാണാം. ഇത് കാണാൻ സൈഡിലൊക്കെ ചെറുതായിട്ട് സൺഡേ ഒരു ഗ്ലോ വരുന്നുണ്ട്. നമുക്കിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടോട്ടൊന്നും തോന്നത്തില്ല, പക്ഷേ ഇവിടെ നോക്കുമ്പം വളരെയാണ് സൺറൈസ് ആവുന്നത്. നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കാണാം. ഇതിൻ്റെ അകത്ത് വളരെ രസമുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നൈറ്റ് പോലെ ഒരു മഞ്ഞ് പോലെ, കാരണം വെയിൽ വന്നു തുടങ്ങിയില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം വളരെ സ്മൂത്താണ്. അപ്പോൾ ഇനി നമുക്ക് സൺസെറ്റ് കാണാം അല്ലേ. അപ്പം പെട്ടെന്ന് സൺസെറ്റ് ആവട്ടെ. സൂപ്പ് സൂപ്പ് സൂപ്പ്. ഓക്കെ, അങ്ങനെ സൺസെറ്റായി. ഇപ്പം നിങ്ങൾക്ക് കാണാം സൺസെറ്റ്. ഇതും വളരെ രസമാണ് കാണാൻ. പക്ഷേ സൺറൈസാണ് ഇച്ചിരിയോടെ എനിക്കിഷ്ടപ്പെട്ടത്. നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ മണ്ടയിരുന്ന് കാണാം. ഓക്കെ, നിങ്ങൾക്ക് കാണാം വളരെ റിയലിസ്റ്റിക് ഫീലാണ് തരുന്നത്. വളരെ ക്യൂട്ടാണ് സണ്ണൊക്കെ. ഓക്കെ ഗൈസ്, അവിടെ നിന്ന് നിങ്ങൾക്ക് മൂൺ വരുന്നതും കാണാം. ആൻഡ് ഇന്ന് ഹാഫ് മൂണാണ്. ഇതിൻ്റെ അകത്ത് മൂണിൻ്റെ സൈക്കിൾസും ഉണ്ടെന്ന് വെച്ചാൽ മൂൺ ചിലപ്പോൾ ഹാഫ് ആയിരിക്കും, ചിലപ്പോൾ ക്രസൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഗിബസ് ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതും വളരെ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് പിന്നെ രാവിലെ ആക്കാം, എന്നിട്ട് നമുക്ക് ഓരോ വെതർസും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് മഴ. സുബ് 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 മഴ. അപ്പോൾ ഗൈസ്, ഇതാ എൻ്റെ മാജിക്കും കൊണ്ട് ഞാൻ മഴ കൊണ്ടുവന്നിരിക്കുന്നു. എൻ്റെ മാജിക്കിന് വളരെ പവറാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ ഭയങ്കര റിയലിസ്റ്റിക് മഴയൊക്കെ ശരിക്കും വീഴുന്ന പോലുണ്ട്. എനിക്കിവിടെ മഴ വീഴുമ്പോൾ ചെറിയ അനിമേഷന് കാണാം. പിന്നെ ഏറ്റവും വലിയ കാര്യം ഇപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ ഇങ്ങനെ ഒരു ചെറിയ ഇവിടെ ടെക്സ്ചർ ഇച്ചിരി ലൈറ്റായ പോലെ ഉണ്ട്. ഓക്കെ, കണ്ടോ? ഇത് നമ്മൾ മഴ വീഴുമ്പം അവിടെ വെള്ളം ഇങ്ങനെ തുള്ളി ചാടി ഇങ്ങനെ കിടക്കും, നമുക്ക് കാണാൻ റിയൽ ലൈഫിൽ അതുപോലെ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ പൊട്ടിക്കുകയാണെങ്കിൽ ഇത് താഴോട്ടും പോവും. വളരെ റിയലിസ്റ്റിക്കാണിത്. മഴ വീഴുമ്പോൾ പിന്നെ ഈ വെള്ളം കാണാൻ നല്ല രസമാണ്. അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല ഫുൾ ക്രിസ്റ്റൽ ക്ലിയർ പോലെ ഉണ്ട്. ഇപ്പം ഞങ്ങൾക്ക് താഴെ വെച്ച് നോക്കുമ്പോൾ മേപ്പോട്ട് നോക്കുമ്പോൾ കാണാം ചെറിയൊരു ഡിസൈൻ പോലെ ഉണ്ട്, വാട്ടർ ഫ്ലോ ആവുന്ന പോലെ. അതും വളരെ കൊള്ളാം. അപ്പോൾ ഇനി ഞാൻ എൻ്റെ മാജിക്കും കൊണ്ട് തണ്ടർ സ്റ്റോം കൊണ്ടുവരാൻ പോവാണ്. സുബ് 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 തണ്ടർ സ്റ്റോം വരട്ടെ.
ഓക്കെ ഗായ്സ്, അങ്ങനെ ഞാൻ എൻ്റെ മാജിക് കൊണ്ട് തണ്ടർ സ്റ്റോം കൊണ്ടുവന്നു. ഇപ്പം കാണാൻ സ്കൈ ഒക്കെ ഇച്ചിരി ഡാർക്ക് ആയിട്ടുണ്ട്. ഇത് വളരെ കൂളായിട്ടും തോന്നുന്നുണ്ട്, വളരെ റിയലിസ്റ്റിക്കായിട്ടും തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു കോപ്പർ റോഡ് വെച്ച് നോക്കാം, അതിലടിക്കുമോയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും എടുക്കണോ? ലൈറ്റ്സും എടുത്ത് നോക്കാം, ലൈറ്റിൻ്റെ കളർ എങ്ങനെയായിരിക്കും. പിന്നെ നമുക്ക് ഇച്ചിരി ചില വേറെ കാര്യങ്ങളും കൂടെ എടുക്കാം. ഓക്കെ, റെഡ് സ്റ്റോൺ എടുക്കാം, ബട്ടൺ എടുക്കാം. എന്തോനെ എടുക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ആദ്യം ടോർച്ച്, ഓക്കെ പ്ലേസ്. ഇപ്പം എനിക്കാണ് ഇവിടെ, ഓ ദാറ്റ് വാസ് ഗുഡ്. ഓക്കെ, നമുക്ക് ടോർച്ച് പിന്നെ കാണിക്കാം, ആദ്യം ലൈറ്റ്നിങ് റോഡിൻ്റെ കാണിക്കാം. ഓക്കെ, ഇവിടെ ഇനി വരുമോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കണ്ടോ, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, എനിക്കറിയില്ല ഗൈസ്. ഇങ്ങനെ കണ്ട് എന്തോ ചെയ്യുമ്പം കുതിര ഇനി ഫ്രീ ആണ്. ഓക്കെ, ഒന്നും വർക്കാവുന്നില്ല, എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. നമുക്കിവിടെ എല്ലായിടത്തും ലൈറ്റ്നിങ് റോഡുകൾ വെക്കാം, എന്നിട്ട് എവിടെയെങ്കിലും പൊട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഒരു ലൈറ്റ്നിങ് ഒന്ന് വീഴുവോ? അപ്പോൾ ഗൈസ് ഒരു മിനിറ്റ്, ഈ കോപ്പർ റോഡിൽ നിന്നൊരു റെഡ് എനർജി പോലെ വരുന്നത് നിങ്ങൾക്ക് കാണാം. സി, ഒരു റെഡ് തിളക്കം പോലെ നിങ്ങൾക്ക് കാണാം. സി, അതും ഇതിൻ്റെ ഒരു ചെറിയ ടെക്സ്ചറാണ്. ഓക്കെ, ഒരു ലൈറ്റ്നിങ് സമ്മൺ ആവുന്നില്ല, അപ്പം നമുക്കതിനെ സമ്മൺ ആക്കാം. അപ്പോൾ ഗൈസ് ഇത് ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നും, കാരണം കമാൻഡ് ടൈപ്പ് ചെയ്യുന്നതിന്. സോറി ഗൈസ്, ക്വസ്റ്റ്യൻ മാർക്കായി പോയി. /summon. ഓ ഗൈസ്, ഞാൻ എല്ലാം അടിക്കാൻ പോയി, മറന്നുപോയി. ലൈറ്റ്നിങ്, നമുക്ക് ലൈറ്റ്നിങ്. ഓക്കെ, ഞാൻ ഇത്രയും നേരം ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അതിനടിക്കണമായിരുന്നു. ഇത്രയും നേരം അതിനടിക്കണ്ടായിരുന്നു. ബട്ട് നോ പ്രോബ്ലം, നമ്മൾ എന്താണെങ്കിലും ഒരെണ്ണത്തിനെ സ്പോൺ ചെയ്യും. ഓക്കെ ഗായ്സ്, സ്പോണായി. പക്ഷെ ഇവിടെ എറർ കാണിക്കുന്നത്, പക്ഷെ ശരിക്കും അത് സ്പോണായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ട അതിന് ലൈറ്റ്നിങ്ങും കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്ത് ചുമ്മാ ഒന്ന് നോക്കാം. ഓക്കെ ഓക്കെ, പക്ഷെ ലൈറ്റ്നിങ്ങിന് അത്ര റിയലിസ്റ്റിക് ഒന്നുമില്ല. പിന്നെ ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ ഇങ്ങനെ ഇത്ര നന്നായിട്ട് ഈ ക്രീപ്പറിനെ അടിച്ചടിച്ച് പറപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം ഞാൻ PvP പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. റിയലി PvP പ്രാക്ടീസ്. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ PvP പ്രാക്ടീസ് എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ പ്ലെയേഴ്സ്, പോക്കറ്റ് എഡിഷൻ പ്ലെയേഴ്സിന് വേണ്ടിയുള്ള ബെസ്റ്റ് PvP മാപ്പ്. ആ മാപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്, നിങ്ങൾ നെറ്റില്ലാതെ കളിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മാപ്പ് നിങ്ങൾക്ക് വളരെ സഹായം ചെയ്യും. അപ്പം ഞാനിത് അടുത്ത വീഡിയോയ്ക്കകത്തിടും. പക്ഷേ ഇപ്പം നമുക്ക് ലൈറ്റിങ്ങും കൂടെ നോക്കാം. അപ്പം ഞാൻ പിന്നെ എൻ്റെ സൂപ്പർ പവർ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് എല്ലാം ക്ലിയർ ആക്കി രാത്രി കാണാം. സുബ് 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 സുബ്, പെട്ടെന്ന് രാത്രിയാവട്ടെ, മഴയും ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ രാത്രിയാക്കിയിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം, ആ മഴ പെയ്തതിൻ്റെ ആ എഫക്റ്റ് ഇപ്പോഴും തറയിൽ കിടപ്പുണ്ട്. ഇതിനും പോകുമെന്ന് എനിക്കറിയില്ല ഗൈസ്, കാരണം ഞാനിത് ഈ ഷേഡർ കുറച്ചെടുത്ത് കളിച്ചു. ഇപ്പോൾ തന്നെ നിങ്ങൾക്കാണ് ഇവിടെ നല്ല ലൈറ്റിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇച്ചിരി ദൂരെ പോയി ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് പോകാം. ഓക്കെ, ഇവിടെ നല്ല പ്ലേസാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് കാണാം നല്ല ലൈറ്റിംഗ് ഇവിടെ ഉണ്ട്, നല്ല റിയലിസ്റ്റിക് ലൈറ്റ്. ഇത്ര റേഞ്ച് വരുന്നുണ്ട്. നമുക്കിവിടെ എല്ലാം ലൈറ്റ് വെച്ച് നോക്കാം. ആക്ച്വലി നമ്മൾ കേവിൽ പോവുകയാണെങ്കിൽ കൂളോടെ നല്ലതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ താഴോട്ട് സ്ട്രേറ്റ് ഡിഗിങ് ചെയ്യാം. കിട്ടുമെന്ന് നോക്കാം. ഐ ഡോണ്ട് തിങ്ക് നമുക്ക് കിട്ടുമെന്ന്. ഓക്കെ, കിട്ടി.
ഓക്കെ, സൂപ്പർ. നമുക്ക് ഇച്ചിരി കൂടെ, ദിസ് ഈസ് ദി ഡാർക്കസ്റ്റ് ഏരിയ ഐ തിങ്ക് സോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇടാം. നിങ്ങൾക്ക് കാണാൻ നല്ല വെട്ടം വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ നല്ലൊരു ചെറിയ വെട്ടം. ഇപ്പം മേളിൽ നിന്ന്, ഒത്തിരി മേളിൽ നിന്ന് ചെറിയൊരു വെട്ടം അടിക്കുന്ന പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മേളിലോട്ടും പോവാം. കൈ വെച്ച് പൊട്ടിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ മേളിലോട്ടെത്തുന്നു. ഓക്കെ, നമ്മൾ മേളിലെത്തി. അപ്പോൾ ഈ ടെക്സ്ചർ പാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ ഇനി കോണ്ടൻറ്റ് കാണണമെങ്കിൽ. അപ്പം അടുത്താണ് നമ്മൾ ബെസ്റ്റ് PvP പ്രാക്ടീസ്, ബ്രിഡ്ജിങ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന പോക്കറ്റ് എഡിഷൻ പ്ലെയേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇറക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കീബോർഡും മൗസിൻ്റെയും വീഡിയോ ഇറക്കാമെന്ന്. പക്ഷേ എന്തുവാ, ഞാൻ തന്നെ മറന്നുപോയി. ഓക്കെ, എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ കീബോർഡും മൗസിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ഇറക്കാത്തത് കാരണം എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോൾ കളിക്കുന്ന ഫോണിലാണ് മൈൻക്രാഫ്റ്റ് ഉള്ളത്. പിന്നെ ഞാൻ കീബോർഡും മൗസിൻ്റെ വീഡിയോ അതിൽ കൂടെ എടുക്കുവാണെങ്കിൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിലിപ്പോൾ വേറെ ഫോൺ എനിക്ക് സംഘടിപ്പിക്കാനും പറ്റില്ല, കാരണം ഞാനിപ്പം ഒറ്റയ്ക്കാണ് ഇരിക്കുന്ന വീട്ടിൽ. അതുകൊണ്ട് സൺഡേ ഓർ സാറ്റർഡേ ഞാൻ ആ വീഡിയോ ഇറക്കും. അപ്പോൾ അത്ര നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. വൺ മോർ ടൈം. ബൈ ബൈ. ഞാൻ മെയിൻ കാര്യം തന്നെ മറന്നുപോയി. ഞാൻ ഈ ഷെയ്ഡർ കണ്ട് അതിൻ്റെ സൗന്ദര്യം കണ്ട് ഞാൻ മെയിൻ കാര്യം അങ്ങ് മറന്നുപോയി. അപ്പോൾ ഈ ഷെയ്ഡറിൻ്റെ പേരാണ് RG ഷെയ്ഡർ. ഈ ഷെയ്ഡർ നിങ്ങൾക്ക് കർസ് 4G കിട്ടും. ഇത് വളരെ നല്ല ഷെയ്ഡറാണ്. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഒന്നുകൂടെ പറയാം, RG ഷെയ്ഡേഴ്സ്. ഞാൻ വേണമെങ്കിൽ മെനുവിൽ കാണിച്ചു തരാം. ഇതേണ്ട നിങ്ങൾക്ക് കാണാം ഇവിടെ RG ഷെയ്ഡേഴ്സ്. ഓക്കെ, RG ഷെയ്ഡേഴ്സ്. സ്റ്റീവ് എൻ്റെ ക്യാരക്ടറിനെ വരെ മനസ്സിലായതാണ്. ഓക്കെ, ഇവിടെ ഉണ്ട്. എൻ്റെ ക്യാരക്ടർ എന്തോ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ വന്നടിക്കും. ഓക്കെ, നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, സോ ബൈ ബൈ.